കൊടുങ്ങല്ലൂരിൽ കാൽനട യാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കിടയിലേക്ക് മോട്ടോർ ബൈക്ക് ഇടിച്ചു കയറി. 2 വിദ്യാർത്ഥിനികൾക്ക് പരിക്കേറ്റു. പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനികളായ തമിഴ് ശെൽവി, നന്ദകൃഷ്ണ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. ഇവരെ ഗൗരി ശങ്കർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ മേത്തല ഗൗരിശങ്കർ ജംഗ്ഷന് സമീപം സോണൽ ഓഫീസിന് മുന്നിലായിരുന്നു അപകടം. സ്കൂൾ വിട്ടു മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനികളുടെ ഇടയിലേക്ക് അമിത വേഗതയിൽ വന്ന മോട്ടോർ ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടമുണ്ടാക്കിയ യുവാവ് ബൈക്ക് നിർത്താതെ കടന്നു കളഞ്ഞു. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അപകടകരമായ വിധത്തിൽ ബൈക്ക് സവാരി നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സ്കൂൾ PTA പ്രസിഡന്റും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KS കൈസാബ് ആവശ്യപ്പെട്ടു. ആക്സിഡന്റ് പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായിട്ടുള്ള നന്ദ, അതേപോലെ തന്നെ സെൽവ, ഈ 2 വിദ്യാർത്ഥികളെ മേത്തല സോൺ ഓഫീസ് പരിസരത്ത് വെച്ച് ഒരു 2 വീലർ ഇടിച്ച് തെറിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. വാഹനം ഇടിച്ചിട്ട് ആ ചെറുപ്പക്കാർ നിർത്താതെ പോകുന്ന ഒരു സ്ഥിതിയാണ്. 2 കുട്ടികൾ ഇപ്പോൾ ഗൗരീശങ്കർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഒരു കുട്ടിയുടെ കൈക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇത്തരത്തിലുള്ള പ്രവണതകൾ ചെറുപ്പക്കാർ വണ്ടി അടിച്ച് നിർത്താതെ പോകുന്ന സ്കൂൾ സമയത്ത് സ്കൂളിൻ്റെ പ്രദേശത്ത് തന്നെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള വാഹനം ഓടിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. അപകടകരമായ രീതിയിലാണ് കുട്ടികളുടെ മുമ്പിലേക്ക് ഇത്തരം 2 വീലർ വന്നത്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും ശക്തമായ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ വേണമെന്നാണ് PTA എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ഇതിനകത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് 2 കുട്ടികളെയും ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഗൗരിശാറിൽ സർജറി ആവശ്യമുണ്ട്. കൈക്കും അതേപോലെ തന്നെ തണ്ടലുൾപ്പെടെ അവരെ എല്ലിന് ചെറിയ ഫ്രാക്ചർ ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സ്റേ എടുത്തപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഈ തുടർന്നുള്ള ചികിത്സക്കായിട്ട് മറ്റു ഹോസ്പിറ്റലിൽ മാറ്റണമെന്ന് കൂടി അവർ പാരൻസായിട്ട് ആലോചിക്കാൻ വേണ്ടി പോവുകയാണ്. തുടർന്നുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി ആലോചിച്ച ശേഷം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.